പാലട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ? എല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പാലട പായസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പാലട പായസം മിക്സ് മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. 250 ഗ്രാമിൻ്റെ ഒരു കവറാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പാലട പായസം മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും നമുക്ക് ചില രുചികൾ നമ്മുടെ നാവിൽ നിന്ന് പോവില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ പണ്ട് കഴിച്ച ചില രുചികളൊക്കെ നമ്മുടെ നാവിലിങ്ങനെ നിൽക്കും. അതിലൊന്നാണ് എനിക്ക് പാലട. അങ്ങനെ നമ്മൾ കവർ പൊട്ടിച്ച് പാലട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിനകത്ത് അത്യാവശ്യം ഇതിന് വേണ്ടുന്ന നട്ട്സ്, കിസ്മിസ്, ഏലക്ക ഒക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വറുത്ത് കോരി ഇടാവുന്നതാണ്. ഇവിടെ ഇപ്പം ഇതൊന്നും ഇരിപ്പില്ല, ഇതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. പാലട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസായിട്ടിരിക്കും. നമ്മൾ എത്ര അത് കുറുക്കിയെടുക്കാമെന്ന് നോക്കിയാലും കുറുകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതിനു വേണ്ടിയാണ് ചിലരിതിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റിയുമായിരിക്കും, നന്നായിട്ട് കുറുകി കിട്ടുകയും ചെയ്യും. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. പാലട ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേയിലാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ടങ്ങ് കുറുകിയല്ല, എങ്കിലും ഒരുമാതിരി കുറുകിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പ്യുവർ നെയ്യാണ്. പായസമൊക്കെ നല്ല റൊട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടങ്ങ് കുറുകിയല്ല. നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.